പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്താണ് സ്പെഷ്യലൊന്നുമല്ല, ഒരു മസാല ദോശയാണ്. മസാല ദോശ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക്. സാധാരണ തന്നെ കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ഉഴുന്നുപരിപ്പും വറ്റൽമുളകും വേണം. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നാളികേരം, തേങ്ങ ചിരകിയതും കുറച്ച് മുളക് പൊടിയും കൂടി ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റൗ ഞാൻ ഓൾറെഡി ഇവിടെ കത്തിച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്താണ് കേട്ടോ. ആദ്യം കുറച്ച് ഉഴുന്നുപരിപ്പ് ഇടുക. ഉഴുന്നുപരിപ്പ് ഒന്ന് ചുവന്ന കളറാകുമ്പോൾ കടുക് ഇട്ടാൽ മതി. ഒന്ന് ചുവന്ന കളറാവട്ടെ. മസാല ദോശ പല വിധം ഉണ്ടാക്കും കേട്ടോ, പക്ഷെ ഇത് സാധാരണ മസാല ദോശയാണ്. ഒന്ന് ഒരു കളറ് മാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി കടുക് ഇടാം, കുറച്ച് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം, കുറച്ച് പച്ചമുളക് ഇടാം, സവാള ഇടാം. എല്ലാം ഒന്നിച്ചിടാം. അപ്പം ഒന്നിച്ചൊന്ന് വാട്ടിയെടുക്കണം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടുകയാണ്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നല്ല ചുവപ്പ് കളറൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഉള്ളി. പച്ചമുളക് നിറയിട്ട കാരണം മുളക് പൊടി ഇടണമെന്നില്ല. ഞാൻ പൊതുവെ മുളക് പൊടി ലേശം ഇടാറുണ്ട്. എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത്രയും വേണ്ട ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടുമ്പോൾ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ച ഇതിലേക്ക് ഇടാം. വളരെ ഉരുളക്കിഴങ്ങ് മാത്രമല്ല കേട്ടോ, ബീറ്റ്റൂട്ട് വെച്ചുണ്ടാക്കും, ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കും. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് ബീറ്റ്റൂട്ടിൻ്റെ കളർ അത്ര ഇഷ്ടമല്ല. പിന്നെ ഗ്രീൻ പീസ് വെച്ചുണ്ടാക്കും. ഇത് വെറും ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ മസാല ദോശയ്ക്ക്. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് വീട്ടിലെ മസാല ദോശയാണ് കേട്ടോ. പാത്രം വലിയ മസാല ദോശയാവില്ല, ചെറുതായിരിക്കും വീട്ടിലുണ്ടാക്കുന്ന മസാല ദോശ. നെയ്യ് മീതെ കൂടെ ഒഴിക്കാം. അതിന് പുറമെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇതും ഇതിൻ്റെ മീതെ കൂടെ ഇടുകയാണ്. അപ്പോൾ പിന്നെ ചട്നിയൊന്നും വേണ്ട കാര്യമില്ല. സാമ്പാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ. ക്രിസ്പി ആവട്ടെ. ഇനി മസാല വയ്ക്കാം. എത്ര മസാലയാണോ വേണ്ടത്, ചെറിയ ദോശയല്ലേ, പിന്നെ അതിനനുസരിച്ച് വെച്ചാൽ മതി. വീട്ടിലെ മസാല ദോശ തന്നെയാണ്. ക്രിസ്പി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മിക്സിൽ. കാരണം മസാലക്കൂട്ടിൽ ഉപ്പുണ്ട്, ദോശയിൽ ഉപ്പുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഉപ്പ് ഇതിലിട്ടിട്ടില്ല. ഇനി അതൊന്ന് കുറച്ച് മസാല ഇട്ടൊഴിക്കാം. കയ്യിലോണ്ട് എടുക്കാൻ പറ്റും.
അപ്പോൾ വീട്ടിലെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ.